ഹായ് ആൾ. ഐ ടി കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് അധ്യാപന മേഖലയിലെ ജോലികളാണ്. ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റും മറ്റൊന്ന് പോളി ലെക്ചർ എന്ന് പറയുന്ന പോസ്റ്റും. ഈ രണ്ട് പോസ്റ്റിലേക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രധാനമായിട്ടും അവരുടെ ഒരു സംശയമാണ്, ഈ രണ്ട് പരീക്ഷകളും ഈ രണ്ട് പോസ്റ്റുകളും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പോസ്റ്റുകളുടെ റോളും എക്സാമിനേഷന്റെ നിലവാരങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യേണ്ടുന്ന ഒരു സ്ട്രക്ചറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം. ആദ്യമായിട്ട് ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ ആണ്. നമുക്കറിയാം പോളി ലെക്ചർ എന്ന് പറയുന്ന പോസ്റ്റിന് ബിടെക് അടിസ്ഥാന യോഗ്യതയായിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ വിളിക്കുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നത് ബിടെക്കുകാർ മാത്രമായിരിക്കത്തില്ല. കമ്പ്യൂട്ടർ സയൻസിന് ബിടെക് അടിസ്ഥാന യോഗ്യതയ്ക്ക് മുകളിലോട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഇവിടെ അപേക്ഷിക്കും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി സാലറി ആൻഡ് ബെനിഫിറ്റ്. സാലറി എന്ന് പറയുമ്പോൾ കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഒരു സർക്കാർ സാലറിയാണ് വരുന്നത്. ഏതാണ്ട് ഒരു 45,000 തുടങ്ങുന്ന ഒരു സാലറി സ്ലാബിലായിരിക്കും ഒരു പോളി ലെക്ചറിന് സാലറി കിട്ടുന്നത്. എന്നാൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സാലറി AICTE നിലവാരത്തിലേക്ക് മാറും എന്നതുകൊണ്ട് തന്നെ ആ സാലറി ലെവൽ കൂടുതലാണ്. ഇനിയും യോഗ്യതയിലും അതുപോലെ തന്നെ വ്യത്യാസമുണ്ട്. യോഗ്യതയിലേക്ക് എത്തുമ്പോൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർക്ക് അടിസ്ഥാനപരമായിട്ട് ബിടെക് മാത്രം പോരാ, മറിച്ച് എംടെക്കും അതിന് മുകളിലോട്ടുള്ള യോഗ്യതയും അനിവാര്യമാണ്. അപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള സാലറി ആയിരിക്കും വരുന്നത്. അവിടെ AICTE നിലവാരത്തിൽ സാലറി ലഭിക്കും എന്നുള്ളതാണ്. ഇനി വർക്കിന്റെ നേച്ചറാണ്. ഇപ്പം പൊതുവെ ഒരു പോളി ലെക്ചർ എക്സാമിനേഷൻ എഴുതുമ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പോളിടെക്നിക് സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലുമായിരിക്കും നമുക്ക് ജോലി ചെയ്യേണ്ടി വരുന്നത്. അധ്യാപന മേഖല തന്നെയായിരിക്കും. ചിലപ്പോൾ വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അധ്യാപന മേഖലയിൽ തന്നെയോ കേരളത്തിലെ വിവിധ പോളിടെക്നിക് കോളേജുകളിലോ അതുമായിട്ട് അനുബന്ധ സ്ഥാപനങ്ങളിലോ ഒക്കെ ആയിരിക്കും നമ്മൾ ജോലി ചെയ്യേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ഒരു അധ്യാപകൻ ചെയ്യുന്ന റോളാണ് അവിടെ ചെയ്യേണ്ടുന്നത്. ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ജോബ് ഒന്നും നിങ്ങൾക്ക് ഒരു പോളിടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യേണ്ടി വരില്ല. എന്നാൽ നിങ്ങളൊരു അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് കയറുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്, നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയർ ഗ്രോത്തിൽ നിങ്ങൾ ഈ ഒരു അക്കാഡമിക്സിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ഒക്കില്ല. നിങ്ങൾക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്ലോമ കോളേജിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്, അതായത് പോളിടെക്നിക് കോളേജിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ ഒരു നിശ്ചിത കരിക്കുലം അതാത് സമയങ്ങളിൽ പഠിച്ചു തീർക്കുക അല്ലെങ്കിൽ പഠിപ്പിച്ചു തീർക്കുക എന്നൊരു ഉത്തരവാദിത്വം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ നമ്മളൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ആകുമ്പോൾ നമുക്കറിയാം ഒരു ആപ്ലിക്കബിൾ ലെവലിലേക്ക് നമ്മുടെ പഠനം പോകേണ്ടി വരും, പഠിപ്പീരും പോകേണ്ടി വരും. ഇവിടെ ഒരു കോർഡിനേറ്റർ എന്ന രീതിയിലേക്കൊക്കെ നിങ്ങൾ മാറുന്നു. അതായത് കുട്ടികളുടെ ഒരു വലിയ സർഗാത്മകമായ കഴിവുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ ഒരു എൻഡ് ജനറേഷനായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നിയർ ഫ്യൂച്ചറിനെ, അതായത് രാജ്യത്തിന്റെ തന്നെ ഒരു ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്ററായിട്ട് നിങ്ങൾ മാറുകയാണ്. അത്രമാത്രം ഒരു എഫേർട്ട് ഇടുന്ന ഒരു റോളിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളത് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ മേഖലയിൽ നമ്മൾ ചെയ്യേണ്ട വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. ഇനിയും എക്സാം പാറ്റേണും ഓപ്പർച്യൂണിറ്റീസുമാണ് നമ്മൾ ഒരു പൊതുവെ ഔട്ട്ലൈൻ ആയിട്ട് പറയുകയാണെങ്കിൽ. അതായത് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടും ഏറെക്കുറെ തുല്യമായി തന്നെ നൽകുന്ന ഓപ്പർച്യൂണിറ്റികളാണ്. ഇനിയും പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. കാരണം ബിടെക് യോഗ്യത ആയതുകൊണ്ട് തന്നെ ബിടെക്കുകാർ മാത്രമായിരിക്കത്തില്ല മത്സരിക്കുന്നത്, മറിച്ച് എംടെക് ലെവലിലും അതിൽ കൂടുതൽ PhD പോലുള്ള യോഗ്യത ഉള്ളവരൊക്കെ ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ വരും. അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. പക്ഷേ എക്സാമിനേഷന്റെ നിലവാരം എന്ന് പറയുന്നത് ഒരു ബിടെക് തലത്തിൽ നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആയിരിക്കും. പക്ഷെ അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അവിടെ മത്സരത്തിന് വേണ്ടി വരുന്നത് വലിയ ഒരു എലഗന്റ് ക്ലാസ് കൂടി നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. അപ്പം മത്സരം കുറച്ച് ടൈറ്റ് തന്നെയായിരിക്കും. എന്നാൽ പഠനത്തിന്റെ നിലവാരം നമുക്കൊരു ബിടെക് തലത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്താൽ മതി. ഇനിയും നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ കേസിലേക്ക് മാറുമ്പോൾ അവിടെ വളരെ വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളവിടെ മത്സരിക്കേണ്ടി വരുന്നത് ഉയർന്ന തലത്തിലുള്ളവരുമായിട്ട് മാത്രമായിരിക്കും. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, അതായത് ബിടെക് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളവരൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും മറ്റേ പോസ്റ്റിനെ അപേക്ഷിച്ച്. അപ്പോൾ ഇവിടുത്തെ കോമ്പറ്റീഷൻ ലെവൽ എന്താകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം ബിടെക്കുകാരല്ല വരുന്നത്, എംടെക്കുകാരും PhD ഉള്ളവരായിരിക്കും. പക്ഷേ നമ്മളിവിടെ കോമ്പറ്റീറ്റ് ചെയ്യേണ്ടിവരെല്ലാവരും ക്വാളിറ്റി ഉള്ളവരായിരിക്കും. അതായത് ഹയർ ക്വാളിറ്റിയിൽ നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ളവരുമായിട്ട് തന്നെയായിരിക്കും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ മത്സരത്തിന്റെ ഒരു മത്സരക്ഷമത കൂടുതലായിരിക്കും. അതുപോലെ ചോദ്യങ്ങൾ വരുന്നത് അത്രമാത്രം ഉയർന്ന ലെവലിൽ നിൽക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു തരത്തിലുള്ള എക്സാമിനേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പഠനം. അപ്പൊ നിങ്ങൾക്ക് രണ്ട് പോസ്റ്റിന്റെ ഏറെക്കുറെ ഒരു സിമിലാരിറ്റിയും അതുപോലെ തന്നെ ഡിഫറൻസും മനസ്സിലായി. ഇനി നമുക്ക് അതിനെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് പോകാം.
ഈ അക്കാഡമിക് റോൾസ് എന്തൊക്കെയായിരിക്കും ഇതിന്റെ വരുന്നത് എന്ന് നോക്കാം. അതിലേക്ക് സാലറിയുടെ കോണ്ടസ്റ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സാലറി എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. സാലറിയെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവെ കൂടുതൽ സാലറി കിട്ടുന്ന അസിസ്റ്റന്റ് പ്രൊഫസറിന് തന്നെയാണ്. കാരണം അവർ ജോലി ചെയ്യേണ്ടുന്ന മേഖല എന്ന് പറഞ്ഞാൽ കോളേജുകളിലും യൂണിവേഴ്സിറ്റീസിലുമാണ്. AICTE നിലവാരത്തിൽ തന്നെയാണ്. 60,000 തൊട്ട് അങ്ങോട്ടായിരിക്കും സാലറി. പ്രൊമോഷൻ കൂടുന്നതനുസരിച്ച് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ ഒക്കെ ആകുമ്പോഴത്തേന് ലക്ഷങ്ങൾക്ക് മുകളിലേക്ക് സാലറി പോവും. ജോബും റോളും ഒക്കെ എൻറ്റർലി മാറുന്നത് കൊണ്ട് തന്നെ അതുണ്ടാവും. എന്നാൽ ഒരു പോളിടെക്നിക് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സാലറി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50,000 താഴെയായിരിക്കും തുടങ്ങുന്നത്. ഉയർന്ന് ഏതാണ്ട് 90,000 1 ലക്ഷം രൂപ വരെ ഏതാണ്ട് റിട്ടയർമെന്റ് ടൈമിലേക്ക് എത്തുമ്പോൾ കിട്ടും. ഒരുപക്ഷെ അതിൽ കൂടുതലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സ്ലാബാണ് വരുന്നത്. അവിടുത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് അധിഷ്ഠിതമായിട്ട് കുട്ടികളെ പഠിപ്പിച്ച് ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ക്യാപിറ്റലിനെ ക്രിയേറ്റ് ചെയ്ത് ഇറക്കുക എന്നൊരു റെസ്പോൺസിബിലിറ്റി മാത്രമേ അവിടെ നിങ്ങൾക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലികൾ പലപ്പോഴും ക്ലാസ് റൂമിലും വർക്ക്ഷോപ്പിലും തീരുന്നു എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. ഇനിയും ജോബ് സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരികയാണെങ്കിൽ 2 പോസ്റ്റിനും വളരെ വലിയ ജോബ് സെക്യൂരിറ്റി തന്നെയാണുള്ളത്. ഒരു ഘട്ടത്തിലും നിങ്ങളുടെ ജോബിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. പല ക്രിമിനൽ കേസിലൊക്കെ പെട്ടുപോയി നിങ്ങളുടെ ജോലി പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു ഡിസിപ്ലിനറി നടപടികളൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങളെ വൺസ് ഇൻ വൈൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് വരെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. പിന്നെ സ്വമേധയാ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ജോലി പോകും എന്നുള്ളതല്ലാതെ മറ്റൊരു രീതിയിലും ഈ ജോലിയുടെ സെക്യൂരിറ്റി ഒരിക്കലും ബാധില്ല. ഇനിയും റെസ്പെക്ട്ഫുൾ കരിയർ ആണോ എന്ന് ചോദിച്ചാൽ 2 പോസ്റ്റും വളരെ റെസ്പെക്ട്ഫുൾ കരിയർ ആണ്. അതിൽ പോളിടെക്നിക് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിൽ എപ്പോഴും സാധാരണക്കാരായ കുട്ടികളെ പഠിപ്പിച്ച് ഒരു തൊഴിലധിഷ്ഠിതമായ മേഖലയിൽ എത്തിച്ച് അവരുടെ കരിയർ ബിൽഡ് ചെയ്യുകയാണ്. എന്നാൽ അസിസ്റ്റന്റ് പ്രൊഫസർ മേഖലയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ സയന്റിസ്റ്റുകളെ സൃഷ്ടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകാം. നിങ്ങളുടെ കുട്ടികൾ പലപ്പോഴും ഭാവിയിൽ വലിയ വലിയ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കൊക്കെ എത്തുന്ന റിസർച്ച് അസോസിയേറ്റ്സുകളായിട്ട് മാറുന്നത് കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തെ തന്നെ ബിൽഡ് ചെയ്യുന്ന കുട്ടികളെ സൃഷ്ടിക്കാനുള്ള അവസരം ആരുടെ മുമ്പിലേക്ക് വരും? ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ മുമ്പിലേക്ക് വരും. ഈ 2 മേഖലയിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസ്പെക്ട് കിട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ റെസ്പെക്ട്ഫുൾ ജോബാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. പ്രത്യേകിച്ചും അധ്യാപന മേഖല എന്ന് പറയുന്നത് ഒരു വലിയൊരു ജനറേഷനെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മേഖലയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഇനിയും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയാണ് പറയുന്നത്. 2 പോസ്റ്റിനും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ കുറച്ച് കൂടുതൽ എപ്പോഴും അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലാണ്. കാരണം അസിസ്റ്റന്റ് പ്രൊഫസർ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഹൈലി ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, HOD ഇങ്ങനെയുള്ള മേഖലയിൽ നമുക്ക് നാച്ചുറലി പ്രൊമോഷൻ കിട്ടി പോകാൻ സാധ്യതയുണ്ട്. ഇനിയും വളരെ ഹൈലി എലഗന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ ടെക്നിക്കൽ മേഖല ആയതുകൊണ്ട് തന്നെ അഡ്വൈസറി റോളുകൾ പോലും പോകുവാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. അതായത് മിനിസ്റ്റേഴ്സിന്റെയും IT മിനിസ്റ്റേഴ്സിന്റെയും PM-ന്റെയും അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെയൊക്കെ ഒരു അഡ്വൈസേഴ്സ് ആയിട്ടൊക്കെ നിയമിക്കുന്നത് പോലും കാണാറുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന് വളരാൻ കഴിയും. കാരണം IT പോലുള്ള ഒരു മേഖലയാണ്, വളരെ ഡൈനാമിക് ആയിട്ടൊരു സബ്ജക്റ്റ് ആണ്, വളരെയധികം അനന്ത സാധ്യതകൾ ഉള്ളതാണ്. അപ്പോൾ അവിടുത്തെ വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു വളർച്ചയായിരിക്കും ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന് നേടിയെടുക്കാൻ കഴിയുന്നത്. അതേസമയം ഒരു പോളിടെക്നിക്കൽ അധ്യാപകനിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വളർച്ച വളരെ കൃത്യമാണ്. അദ്ദേഹം അധ്യാപകനായിട്ടിരിക്കുന്നു, അധ്യാപകൻ തന്നെ വ്യത്യസ്ത ഗ്രേഡുകളിൽ എത്തുന്നു, ശേഷം ഒരു പ്രിൻസിപ്പളായിട്ടൊക്കെ റിട്ടയർ ആയി കരിയർ ഗ്രോത്തിലേക്ക് പോകാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങുകളിലേക്കൊക്കെ മാറിപ്പോകാനുള്ള അവസരമുണ്ട്. എന്നാലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലിയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതായത് ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് എല്ലാ ദിവസവും അത്യാവശ്യം സാലറിയോട് കൂടി ഫാമിലിയുമായിട്ട് ഗെറ്റ് ടുഗദറിനൊക്കെ പോയി കഴിയാൻ പറ്റുന്ന രീതിയിലുള്ള ജോലിയാണ് 2നും കിട്ടുന്നത്. പക്ഷെ ആപേക്ഷികമായിട്ട് പോളിടെക്നിക്കൽ അധ്യാപകന് കുറച്ചും കൂടി തിരക്ക് കുറവായിരിക്കും. ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് നടത്താനും കഴിയുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ജോലി പോകുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസറും ഞാൻ ഈ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ തന്നെയായിരിക്കും. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അഡ്വൈസറി റോളിലോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ലൈഫ് ഡൈനാമിക് ആയിട്ട് മാറുന്നത്. ഇനിയും ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷനിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, ആദ്യം തന്നെ പറഞ്ഞ പോലെ ബിടെക് യോഗ്യതയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പോളിടെക്നിക് അധ്യാപകനാകുവാനുള്ള അപേക്ഷിച്ച് തയ്യാറെടുക്കാവുന്നതാണ്. എന്നാൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ എന്തുണ്ടായിരിക്കണം? നിങ്ങൾ MTech ഉണ്ടായിരിക്കണം. MTechന് അല്ലെങ്കിൽ ബിടെക്കിന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 60% മാർക്കും ഉണ്ടായിരിക്കണം. ഇത് മാത്രം പോരാ, പ്രൊമോഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് PhD പോലുള്ള യോഗ്യതകൾ വേണം. അത് നിങ്ങളുടെ കരിയറിനെ വളരെയധികം എൻഹാൻസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് വരുന്ന ഒരു MTech ഓറിയന്റഡ് ആയിട്ട് തന്നെ PhD അക്കാഡമിക്കലി വളരെയധികം സ്റ്റുഡിയസ് ആയിട്ടുള്ളവരായിരിക്കും. അപ്പൊ ആ ഒരു മേഖലയിലായിരിക്കും അവരുടെ ഗ്രോത്ത്. ഇനിയും വർക്ക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2 ജോലിക്കും പറയത്തക്ക വർക്ക് പ്രഷർ ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ IT മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് പ്രഷറിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, സ്വകാര്യ മേഖല
IT-യിലൊക്കെ പ്രവർത്തിക്കുന്ന പോലെയുള്ള ഒരു വർക്ക് പ്രഷർ ഒന്നും ഒരു ഗവൺമെന്റ് സെക്ടറിലെ അധ്യാപന ജോലിയിൽ ഉണ്ടാവില്ല. പിന്നെ കൃത്യമായിട്ട് പോർഷൻസ് പഠിപ്പിച്ച് തീർക്കുക എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. കൃത്യമായ ആനുവൽ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലും സെമസ്റ്റർ ബേസിലും ആയിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് പഠിപ്പിച്ച് തീർക്കുക എന്നുള്ളതാണ്. നമ്മുടെ പോളിടെക്നിക് കോളേജുകളിലാണെങ്കിലും അതിനകത്ത് കൃത്യമായിട്ട് കരിക്കുലം തീർക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രോജക്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോകണമെന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള റോളിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ചും കൂടി ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. കുട്ടികളുമായിട്ട് കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിട്ട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ധാരാളം ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കരിക്കുലം കംപ്ലീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ 2 പോസ്റ്റിലും നിങ്ങൾക്ക് പേപ്പർ വാല്യുവേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നുണ്ട്. പിന്നെ എല്ലാ വിധത്തിലുള്ള അവധികളും നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. അതായത് അക്കാഡമിക്കലി നമുക്കറിയാം ഒരു 2 മാസത്തോളം ഉണ്ടാവുന്ന അവധികളും ഈ 2 മേഖലയിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയും കോമ്പറ്റീഷൻ ലെവലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കോമ്പറ്റീഷൻ ലെവൽ 2 മേഖലയിലും അതിൻ്റെതായ രീതിയിൽ തന്നെ കോമ്പറ്റീഷൻ ലെവലും നമ്മുടെ നിലനിൽക്കുന്നു എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറിന് ഇതിനോടകം തന്നെ 28 പേരുള്ള ഒരു മെയിൻ ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്തത്. ഇതിൽ നിന്ന് 20 പേർക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞു. അതായത് ഏതാണ്ട് റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ പേരെയും ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് തീരുമ്പോഴേക്കും എടുക്കും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഇനി പോളി ലെക്ചറിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 162 പേരുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 92 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇനിയും നിലനിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നും നിയമനങ്ങൾ ഇനിയും നടക്കുമെന്ന് വേണം കണക്കാക്കാൻ. അപ്പോൾ ഏതാണ്ട് നിങ്ങളുടെ മത്സരത്തിന്റെ ക്ഷമതയും ഒപ്പം തന്നെ എന്ത് ചെയ്യാം, അതിനുള്ള നിയമന സാധ്യതകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു യോഗ്യതയുള്ള ഇനിയും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിനേഷൻ തയ്യാറാക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2 പോസ്റ്റുകൾക്കുമുള്ള കോച്ചിങ്ങുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ 2നും നിങ്ങൾ പഠനം തുടങ്ങുക. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. നമുക്കറിയാം വളരെയധികം മത്സരമുള്ള ഒരു പോസ്റ്റാണ്. ധാരാളം ആൾക്കാർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനും ഇതിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.